അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ അടിമകൾ. ആ അടിമകളുടെ മേലിൽ ഇബ്ലീസിനും ശൈത്വാനിനും സ്വാധീനം ചെലുത്താൻ കഴിയാതെയായി പോകുന്ന ഒരു സന്ദർഭം അടിമകൾക്ക് ഉണ്ടാവും. അതിൽ രണ്ട് കാര്യങ്ങൾ നാം പറഞ്ഞു. എപ്പോഴും ആധിപത്യത്തെ കുറിച്ചുള്ള പേടിയുണ്ടാകുന്ന മനുഷ്യൻ. അതുപോലെ രണ്ടാമത് പറഞ്ഞു, ചെയ്തുപോയ പാപങ്ങൾ, ആ പാപങ്ങളെ കുറിച്ച് കുറ്റബോധമുണ്ടാകുന്ന മനുഷ്യൻ. അവരിൽ സ്വാധീനം ചെലുത്താൻ ശൈത്വാനിന് പറ്റൂല. മൂന്നാമതായി മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, മൂന്നാമത്തെ വിഷയം, ധാരാളമായി ജീവിതത്തിൽ ഭക്ഷണങ്ങൾ നൽകുന്ന അടിമകൾ. ഭക്ഷണം നൽകുന്ന അടിമകൾ പാവങ്ങളെ അവരുടെ വിശപ്പും അതുപോലെ അവരുടെ ദാഹവും തീർക്കുന്ന ആളുകൾ, അവരോടും ശൈത്വാനിന് എപ്പോഴും വളരെ അന്തരമുണ്ടാവും. അവരെ സ്വാധീനം ചെലുത്താൻ ശൈത്വാനിന് കഴിയൂല. അവർ മരണപ്പെടുന്ന സമയത്ത്, അവരുടെ അധ്വാനത്തിന്റെ സമയത്ത് ശൈത്വാൻ അവരുമായി അടുക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ടാവൂല. അത്രയും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഭക്ഷണം കൊടുക്കുക. അതുക്കളെ ഭക്ഷിപ്പിക്കുക, സാധുക്കൾക്ക് വേണ്ടി, മോമിനിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം നൽകുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ വിഷയമാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീരാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കുന്ന വലിയൊരു കടപ്പാടാണ്. എത്രയോ ആളുകളുണ്ട്, എത്രയോ സാലിഹികൾ, എത്രയോ മഹാന്മാർ ഇതിന് വലിയൊരു ഹരമായി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം, ഹാപ്പിയാണ്, അവർക്ക് ഭയങ്കര സന്തോഷം. എന്തുകൊണ്ട്? അതുകൊണ്ട് കിട്ടേണ്ട നേട്ടങ്ങൾ അവരനുഭവിച്ചതുകൊണ്ട്. ആരായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പല സ്ഥലങ്ങളിലും പറഞ്ഞതാണ്. ഇബ്രാഹിമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മഹാനവറുകൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഒരു ദിവസം കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ആളെ കിട്ടാതെ ആയപ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരാള് കിട്ടുമോ, കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരാളെ കിട്ടുമോ എന്ന് അന്വേഷിച്ച് 8 മൈൽ വരെ നടന്നു പോയിട്ടുണ്ട്. 8 മൈൽ വരെ മഹാനായ ഖലീലുല്ലാഹി സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നടന്നുപോയി. എന്തിന്? കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരാളെ കിട്ടാൻ വേണ്ടി. എന്തുകൊണ്ടാ? അത്രയും വലിയ അവർക്ക് ഹരമാണെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞ ഭയങ്കരമായ ഹാപ്പിയാണ്, ഭയങ്കരമായ സന്തോഷമാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. കഴിഞ്ഞ ആഴ്ച നൂറുകണക്കിലുള്ള ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. സദസ്സിൽ സാക്ഷിയായാണ്, അതിന്റെ സന്തോഷം പറഞ്ഞാണ് നമ്മുടെ സദസ്സിൽ. എന്നിട്ട് അന്ന് വൈകുന്നേരം അപ്പൊ ചോദിച്ചിട്ടല്ല, ചോദിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ജീവിതത്തിൽ വളരെ സമയമായി ഉസ്താദ് പരിഹരിക്കപ്പെടാത്ത വലിയ ഒരു ബേജാറ് ഇന്ന് വൈകുന്നേരം അത് പരിഹരിച്ചു. രാവിലെ ഭക്ഷണം കൊടുത്ത നൂറുകണക്കിലുള്ള ഉസ്താദുമാർക്ക് സന്തോഷത്തോടെ അവർ ഭക്ഷണം കഴിച്ച അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ വാക്ക്. ഒരാളെ സഹായിച്ച് ഒരാൾക്ക് ഭക്ഷണം കൊടുത്ത് എന്നിട്ട് ആ ഭക്ഷണം കഴിച്ചിട്ട് അയാൾ മനസ്സറിഞ്ഞ ഒരു അൽഹംദുലില്ലാ ചൊല്ലിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ അൽഹംദുലില്ലാ ചെല്ലാൻ കാരണവും. നമ്മുടെ ബേജാറ് തീരുമ്പോ അൽഹംദുലില്ലാ പറയും. നമ്മുടെ രോഗങ്ങൾ മാറുമ്പോ, നമ്മുടെ സിഹർ ബാത്തിലാവുമ്പോ, കണ്ണീർ ബാത്തിലാവുമ്പോ നമ്മുടെ മനസ്സറിഞ്ഞ അൽഹംദുലില്ലാ ചെല്ലും. എന്നാൽ ഞങ്ങൾ മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുത്ത് അയാൾ കഴിച്ചിട്ട് അൽഹംദുലില്ലാ ചെല്ലുമ്പോ എന്ത് സന്തോഷം. ഒരേ സമയമായി തീരാത്ത പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കായി പരിഹരിച്ചു എന്നാണ് സന്തോഷം പറഞ്ഞ അൽഹംദുലില്ലാ. ഇതിന്റെ കാരണം എന്താ? ഭക്ഷണം കൊടുത്തത്. ഭക്ഷണം കൊടുക്കുമ്പോ വലിയ വർക്കത്തുണ്ട്. നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മാമാരും പഠിപ്പിച്ചതാണ്. ഒരാൾ ഇവിടെ പുറത്ത് ഞാനൊരു ഉമ്മ മരിച്ചുപോയി. നമുക്ക് ഇന്നലെയാണ് അറിഞ്ഞത്. ഞാനൊരു ഉമ്മ മരിച്ചുപോയി. 90 വയസ്സുള്ള ഒരു ഉമ്മയായിരുന്നു. 90 വയസ്സുള്ള ഒരു ഉമ്മയായിരുന്നു. നല്ല ആ പരിസരത്തിൽ പ്രായമായ അത്രയും ഏജുള്ള വയസ്സായ ഉമ്മമാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉമ്മയായിരുന്നു. എല്ലാവരും മരിച്ചുപോയി. ആ ഉമ്മ ഞാൻ മരിച്ചുപോയി. അപ്പൊ ആ ഉമ്മാന്റെ പ്രത്യേകതയായി മലയാളികളെ സംസാരിക്കും പറഞ്ഞു, ആ ഉമ്മാക്ക് വലിയൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ? ആ ഉമ്മാന്റെ വീട്ടിൽ ആര് പോയാലും, മുസ്ലിമോ മുസ്ലിം അല്ലാത്ത ആളോ, പരിചയമുള്ള ആളോ ഇല്ലാത്ത ആളോ, അത് കണക്കൊന്നില്ല, ആര് പോയാലും ഒരു പച്ച വെള്ളമെങ്കിലും കുടിപ്പിക്കാതെ ആ ഉമ്മ തിരിച്ചുവിടുക. പച്ചവെള്ളം അത്രത്തോളം ഒരു ബന്ധം, അതെങ്കിലും കുടിപ്പിക്കാതെ ഉമ്മ തിരിച്ചുവിടൂല. പോയാലെ സന്തോഷിപ്പിക്കാതെ ഉമ്മ തിരിച്ചുവിടൂല. അത്രയും നല്ല ഒരു സ്വഭാവക്കാരത്തിയായ ഒരു ഉമ്മയായിരുന്നു ആ ഉമ്മ. അപ്പൊ അങ്ങനെ മനുഷ്യരെ കുറിച്ച്, ആണുങ്ങളെ കുറിച്ച്, പെണ്ണുങ്ങളെ കുറിച്ച് നല്ലത് പറയാൻ നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു വിഷയമാണ് ഭക്ഷണം കൊടുക്കണം. അതൊക്കെയും നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു പോയി എന്നതാണ്. നമ്മൾ വീട്ടുകാർ മാത്രം കഴിക്കുന്നു, മറ്റുള്ള ആളുകളെ കുറിച്ച് ഞങ്ങൾ പരിഗണിക്കാനില്ല. അതുകൊണ്ടല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ വയറു നിറയെ ഭക്ഷിക്കുന്നു, നിന്റെ അയൽവാസി പട്ടിണിയാണ്, ഈ അയൽവാസിയെ കുറിച്ച് അന്വേഷിക്കാനില്ല. എന്നാൽ നബിയായ തങ്ങൾ പറഞ്ഞു, നിന്റെ അയൽവാസി അവൻ സത്യവിശ്വാസി അല്ലെങ്കിൽ പോലും അവന്റെ വിശപ്പിനെ കുറിച്ച്, അവന്റെ പട്ടിണിയെ കുറിച്ച് നീ അന്വേഷിക്കുന്നില്ല. എന്നാൽ നീ മുഅ്മിൻ എന്ന് പറയപ്പെടാൻ നിനക്ക് അവകാശമില്ല. ഈ ഒരു മുഅ്മിൻ എന്ന് പറയാൻ നിനക്ക് അവകാശമില്ല. എന്നാൽ അത്രയും വലിയ ഒരു സ്വഭാവം മറ്റുള്ളവരെ കുറിച്ച് അന്വേഷിക്കുക.
അവരുടെ വിശപ്പ് തീർക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പട്ടിണി തീർക്കാൻ വേണ്ടിയിട്ട് നാം കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈമാനോട് മരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വലിയ പ്രവർത്തനം. മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, മഹാന്മാരായ ഔലിയാക്കളുടെ മശായിഖന്മാരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അവർ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം ഭക്ഷണം കൊടുക്കുക. പ്രിയോമ്മമാരുടെ എന്തുണ്ട് സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിൽ ഭക്ഷണം കൊടുക്കുന്നു. അതിന്റെ ബർക്കത്ത് അവർക്ക് അറിയും. അതിന്റെ ബർക്കത്ത് അതിന്റെ ഒരു പ്രത്യേകമായ ഒരു ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് അത് കൊടുക്കുന്ന ആളുകൾക്കേ അറിയൂ, കൊടുക്കാത്ത ആളുകൾക്ക് അറിയും. അത് വേണം. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾക്ക് ഈ മരിച്ചാല് 3 ദിവസം ഭക്ഷണം, 7 ദിവസം ഭക്ഷണം, 40 ദിവസം ഭക്ഷണം കൊടുക്കുന്നത് എന്തിനാ? അതിനത്ര പവർ ഉള്ളതുകൊണ്ട്. ഒരാൾ എന്തിട്ട് തേക്കിട്ട് പോയി, അതുകൊണ്ട് എന്താ വേണം? ഒരാൾ ഇതിന് തേക്കിട്ട് പോട്ടെ, അല്ലാത്തതില്ല. അവർ അന്നത്തിന്റെ പറയുമ്പോ അതിന്റെ സ്വഭാവം മരിച്ചുപോയ ആളുകൾ കിട്ടും. അതിന്റെ ബർക്കത്ത് മനസ്സിലാക്കാത്തതുകൊണ്ട് അതിന്റെ ബർക്കത്ത് ഭക്ഷണം കൊടുക്കുന്നത് കൊടുക്കരുത്. അതിന്റെ പേരിൽ അതിന്റെ പൊടി കൊടുത്താൽ അതിന്റെ പൊടി കിട്ടൂല, ആ ഭക്ഷണം കൊടുത്തതിന്റെ സ്വഭാവം കിട്ടൂല. അതുപോലെ മരിച്ചുപോയ ആളുകളുടെ റേഷൻ കൊടുത്ത് ഇതിനിടക്ക് നമ്മളെ ഈ പരിസരത്തിൽ തന്നെ മരിച്ചപ്പോ ഒന്നുമില്ല, ആർക്കും ഭക്ഷണം കൊടുത്തില്ല. ചോദിച്ചാൽ പറഞ്ഞു ഈ റേഷൻ കിട്ടാക്കിട്ട് പരക്കെത്തിച്ചാല് കുറെ പാവങ്ങൾ എന്നേ അറിയൂ. നമുക്ക് അനുഭവമുള്ളതാണ്. നമ്മളോട് ബസ്സിനെ ചോദിച്ചതാണ്, പക്ഷേ നമുക്ക് ഇങ്ങനെ വരാൻ തരുന്നുണ്ട്. അതിന് നമുക്ക് പീടിക്ക് വിളിച്ചിട്ട് പൈസ എടുത്താൽ പറ്റൂല. പാവങ്ങളാണ്, അവർക്ക് ഇതിന്റെ ആവശ്യമുണ്ട്, പൈസന്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് കൊടുത്താൽ അറിയും. അല്ലെങ്കിൽ ഇറച്ചി കൊടുത്താലും അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള സാധനം കൊടുത്താലും അതിന് നേരെ കൊണ്ടുപോയി പീടിയിൽ 50 സാധനം 40 രൂപ കിട്ടും. 50 രൂപ കൊടുത്ത് വാങ്ങിയ സാധനമായിരിക്കും പീടിയിൽ കൊടുക്കുമ്പോൾ 40 രൂപ കിട്ടും. അല്ലെ, അങ്ങനെ അതിനെ കൊടുത്തിട്ട് പൈസ വാങ്ങിയിട്ട് സന്തോഷിക്കുന്ന ആളുകൾ. അല്ലെ, എന്നാലോ അതൊന്നും അല്ലല്ലോ. ഭക്ഷണം കൊടുത്താൽ അവര് വിശപ്പിന്റെ സമയത്ത് ഭക്ഷണം കൊടുത്തിട്ട് നമ്മുടെ ഉസ്താദ് ഉണ്ടായിരുന്നു. ഉസ്താദ് ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, നിങ്ങളോട് ആരെങ്കിലും രാജിക്കാൻ വേണ്ടിട്ട് വന്നാലും ചിലപ്പോ പൈസ കൊടുത്താൽ കണ്ടുപിടിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിലേക്ക് ചെലവഴിക്കുന്ന ആളായിരിക്കും. അവർ നിങ്ങളുടെ അടുത്ത് വന്നാലും നിങ്ങൾ ചോദിക്കേണ്ടത് ചോദിച്ചാ ചായ കുടിച്ചാ, ഇല്ലെങ്കിൽ അയാളെ കൊണ്ടുപോയിട്ട് ഹോട്ടലിൽ എത്തിച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കൊടുത്ത് അതിന്റെ പൈസ കൊടുത്ത് നിങ്ങൾ പോയിക്കോടി, നിങ്ങൾക്ക് അത് വലിയ പ്രഭാവം തരും. വലിയ കൂലി നമ്മളോട് നമ്മുടെ ഉസ്താദ് പറഞ്ഞിരുന്ന ഒരു വസിയത്താണ്. കാരണം അനാവശ്യമായിട്ട് നമ്മൾ കൊടുത്ത പൈസ കൊണ്ട് ചിലപ്പോ എന്തെങ്കിലും ഹറാമായ പ്രവർത്തനങ്ങളിൽ അവർ ചെലവഴിച്ചാൽ നമുക്ക് കൂലി കിട്ടൂല. എന്നാലോ വയറ് നിറയെ ഭക്ഷണം കൊടുത്താലോ വയറ് നിറയെ കുടിക്കാൻ കൊടുത്താലോ അത് കുടിച്ച് അവർ അതിൽ നിന്ന് കഴിച്ച് ഒരു അന്തരില്ല വലിയ സ്വഭാവ. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ ഇതൊക്കെ പാസ്സാക്കിയത്. മരിച്ച ദിവസം ഒരാൾ പറയുന്നത് എന്തോ മരിക്കാൻ വേണ്ടി കാക്കുന്നേ ഭക്ഷണം തിന്നാൻ, മരിക്കാൻ വേണ്ടി കാക്കുന്നേ ഭക്ഷണം തിന്നാന്. അത് മഞ്ഞക്ക് മഞ്ഞ കാണുന്ന പറയും. ഒരാൾ മഞ്ഞ രോഗമുള്ള ആളുകളുണ്ട്, അവർക്കെല്ലാം മഞ്ഞായിട്ട് കാണും. അതല്ല, മുൻഗാമികൾ നടപ്പിലാക്കിയത് മുഴുവനും വെറുതെയുള്ള കാര്യങ്ങളല്ല. അതിന് വലിയ സ്വഭാവം, വലിയ സന്തോഷം കൊടുത്താൾക്ക് കിട്ടും. ആരുടെ പേരിലാണോ കൊടുക്കുന്നത് അവർക്കും അതിന്റെ സ്വഭാവം കിട്ടുന്നതാണ്. ഏതായാലും മുഫസ്സിറുകൾ പറഞ്ഞു, നമ്മുടെ ഭാഗത്തേക്ക് ശൈത്താൻ അടുക്കാതിരിക്കാൻ എന്റെ അടിമകളെ അല്ലാഹു പരിചയപ്പെടുത്തിയ അടിമകളുടെ 3 സ്വഭാവം. ഒന്ന്, ആഖിബത്തിനെ കുറിച്ചുള്ള ഭയം. മറ്റൊന്ന്, തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ കുറിച്ചുള്ള കുറ്റബോധം. മൂന്നാമത്, ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം. ഇതുണ്ടായാൽ അവർ എന്റെ അടിമകളാണ്. ഏതായാലും ഇത് പതിവാക്കണം. പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അയൽവാസികളെ പരിഗണിക്കുക, കുടുംബത്തിലുള്ള പാവങ്ങളെ പരിഗണിക്കുക. ഇതൊക്കെയും നമുക്ക് ദുനിയാവും ആഹാരവും സന്തോഷത്തിലായി കിട്ടാനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ധാരാളം പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഹലാലായ സമ്പത്തുകൾ പടച്ചവനെ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തരണേ. അപ്പൊ എത്രയോ ആളുകൾ പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കുന്നു, മദ്രസയ്ക്ക് വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കുന്നു. എന്നാൽ അതേ സദസ്സിൽ അവർക്ക് വേണ്ടി ആർക്കുമ്പോൾ വളരെ വിഷമത്തോടെ എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അമ്മ, എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അമ്മ, അവങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ അമ്മ, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അല്ലാഹ് എല്ലാവരെയും നീ സഹായിക്കണേ. അവരുടെ ഹലാലായ സമ്പത്തുകൾ നമ്മുടെ കയ്യിൽ ആവശ്യത്തിനും വേണ്ടത് നമ്മുടെ കയ്യിലേക്ക് ഒന്ന് എത്തിച്ചേരണേ. അമ്മ ആരുടെ മുന്നിലും യാചിക്കുന്ന ഒരവസ്ഥ, ചോദിക്കുന്ന അവസ്ഥ, കൈ നീട്ടുന്ന ഒരവസ്ഥ മരണം വരെ നമ്മുടെ ജീവിതത്തിൽ നീ വരുത്തല്ലേ അമ്മ, വരുത്തല്ലേ അമ്മ, വരുത്തല്ലേ അമ്മ. പടച്ചവനെ പല രൂപത്തിലുള്ള ബാധ്യതകളും പല രൂപത്തിലുള്ള ഹലാലായ ആ മുറാദുകളും ജീവിതത്തിൽ കൊണ്ടു നടക്കുമ്പോൾ അതൊക്കെയും നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ട എല്ലാവിധ മദതും നീ ചെയ്തു തരണേ ആവാൻ. എത്ര ആളുകളുണ്ട് പരിശുദ്ധമായ അറബിന്റെ ഭൂമിയിൽ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവർ. ഒരിക്കലെങ്കിലും ഉംറ ചെയ്യണം, ഒരിക്കലെങ്കിലും അമീമായ തങ്ങളുടെ മദീനയിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ. പക്ഷേ ഇന്നുവരെ കഴിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം കയ്യിൽ പൈസയില്ലാവുന്ന, സമ്പത്തില്ലാവുന്ന, അതിന്റെ പേരിലാണ് പടച്ചവനെ ആളുകൾ മുഴുവനും ബേജാറായതെങ്കിൽ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ സ്വപ്നവും ആഗ്രഹവും മദീനയിലും മക്കയിലും എത്തണമെന്നതാണ്.
നീ സഹായിക്കണേ റഹ്മാനെ. ഓരോരുത്തർക്കും അതിന്റെ ഭാഗ്യം നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടുകാരിൽ പലരും കുടുംബക്കാരിൽ പലരും പരിശുദ്ധമായ ഉംറ കരുതിയിട്ട് യാത്ര പോയി പടച്ചോനെ തിരിച്ചു വരുന്നതുവരെ അവർക്ക് നീ സലാമത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. അവർ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവൻ നീ പൊരുത്തപ്പെടുന്ന ഇബാദത്തുകളാക്കണേ അല്ലാഹ്. ഇനിയും ശഅബാനിലും റമദാനിലും പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി കരുതി നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്. പടച്ചോനെ മുടക്കമില്ലാതെ ഉദ്ദേശിച്ച അതേ സമയത്ത് ദിവസത്തിൽ പടച്ചോനെ റാഹത്തോടെ ഇബാദത്ത് ചെയ്യാനുള്ള എല്ലാവിധ തൗഫീഖും നീ നൽകണേ അല്ലാഹ്. എല്ലാവിധ മദദും നൽകണേ അല്ലാഹ്. പടച്ചോനെ മരിച്ചുപോയ നമ്മളെല്ലാ കുടുംബങ്ങളും അല്ലാഹ് അവരുടെ ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. നമ്മുടെ ഉപ്പമാരുണ്ട് കുടുംബത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്. സുഖമില്ലാതെ ബേജാറായ ആളുകൾ പടച്ചോനെ കൂട്ടുകാരന്റെ പ്രിയപ്പെട്ട ഉമ്മ പല ദിവസമായി സ്റ്റോക്കായി രാവിലെ ഹോസ്പിറ്റലിലാണ് പടച്ചോനെ. അങ്ങനെ ഒരുപാട് രോഗികൾ ശിഫാ നൽകല്ല, ശിഫാ നൽകറബേ. നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ഇന്നലെ പുതിയൊരു വാഹനം വാങ്ങി പടച്ചോനെ അധ്വാനിക്കണം, ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാകണമെന്ന നീയത്തോടെ വാങ്ങിയതാണ്. ആ വാഹനത്തിൽ വലിയ വർക്കത്ത് നൽകുന്ന അപകടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ റബ്ബേ. എല്ലാ രൂപത്തിലും അല്ലാഹ് ഞങ്ങളെ നമ്മുടെ നാട്ടുകാര്, കുടുംബങ്ങള്, സ്നേഹിതന്മാര്, പ്രവാസികൾ എല്ലാവരെയും നിന്റെ റഹ്മത്ത് കൊണ്ട് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ, വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير. صلى الله على محمد صلى الله عليه وسلم.